എന്തുകൊണ്ട് മാതാവ് മരിച്ചുപോയ വിശുദ്ധരും എന്റെ അപേക്ഷ കേൾക്കുന്നില്ല എന്ന എന്റെ ചോദ്യത്തിന് എന്റെ കർത്താവിനോട് സംസാരിക്കുവാനായിട്ടിടയായി. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് മധ്യസ്ഥരോട് മാധ്യസ്ഥം വഹിക്കുന്നതിൽ എടുത്തു വെച്ചിരിക്കുന്ന വചനം കാനായിലെ കല്യാണ വിരുന്നിന്റെ വചനമാണ്. കാരണം മാതാവ് അവിടെ മധ്യസ്ഥം വഹിച്ചില്ലേ, അതുകൊണ്ട് ഞങ്ങളും ഇന്ന് മറ്റുള്ളവരോട് മധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ള കാര്യം. പക്ഷേ ആ തിരുവചനം തന്നെ എടുത്തുകൊണ്ട് കർത്താവ് സംസാരിക്കുവാനായിട്ടിടയായി. മറിയെ വെള്ളം വീഞ്ഞാക്കാൻ എന്ന് കാനായിൽ അന്ന് ആരും മറിയത്തോട് അപേക്ഷിക്കുവാനായിട്ടിടയായില്ല. കാരണം യേശു അത്ഭുതം പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ യേശു അന്ന് അത്ഭുതം ചെയ്ത ആ നിമിഷം മുതൽ എല്ലാ ജനങ്ങളും എന്റെ യേശുവിന്റെ പക്കലേക്കാണ് അനുഗ്രഹങ്ങളും സൗഖ്യവും നേടിപ്പോയത്. അല്ലാതെ മാതാവ് ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി പോലും മാതാവിന്റെ അടുത്ത് അപേക്ഷ തേടി പോയിട്ടില്ല. അങ്ങനെ ഇവൾ മരിച്ചപ്പോൾ അവളുടെ അപേക്ഷ തേടി പോവണം, അവളുടെ മധ്യസ്ഥം നടത്തണമെന്ന് ഞാൻ ആയിരുന്ന സഭയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ സത്യം തെറ്റ് എന്ന് അംഗീകരിക്കാനുള്ള കൃപ എന്റെ കർത്താവിലേക്ക് തരുവാനായിട്ടിടയായി. മാതാവ് ഉടലോട് സ്വർഗത്തിൽ പോയി എന്ന് 1950 പാപ്പ പുറപ്പെടുവിച്ച സന്ദേശം വചന വിരുദ്ധമെന്ന് ഗ്രഹിക്കാനുള്ള കൃപ കർത്താവ് തരുവാനായിട്ടിടയായി. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ പറയുന്നു, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ത് എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. മാതാവ് ഒരു മനുഷ്യ സ്ത്രീ ആയതിനാൽ അവൾ മരിച്ചേ മതിയാകൂ എന്നത് എത്രയോ വ്യക്തമെന്ന് കർത്താവിനോട് സംസാരിക്കുവാനായിട്ടിടയായി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വചനത്തിൽ പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ ഇതുവരെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്നത്. ഇതുവരെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്നുള്ളത് എന്റെ യേശു ക്രിസ്തുവിന്റെ വചനമാകയാൽ മാതാവ് ഉടലോട് സ്വർഗത്തിൽ പോയി ഇന്നും സ്വർഗരാജ്ഞായി ഇരിക്കുന്നു എന്ന ഊഹം ശരിയല്ലെന്ന് ധരിക്കുവാനുള്ള കൃപ കർത്താവ് തന്നു. കാരണം അന്ത്യകാഹളം മുഴങ്ങുമ്പോഴാണ് അക്ഷയായി ശരീരത്തിന് രൂപാന്തരം വന്ന് ഉയർക്കുന്നത്. മാതാവും അന്നും ഉയർക്കും എന്ന് പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കുവാനായിട്ടിടയായി. മാതാവെന്നല്ല, മരിച്ചുപോയ ഓരോ വ്യക്തിയുടെയും സ്വസ്ഥതയ്ക്ക് ഇളക്കം തട്ടിക്കുവാൻ ഇന്ന് ഭൂമിയിൽ നിന്ന് ഉയരുന്ന യാതൊരു പ്രാർത്ഥനയ്ക്കോ നൊവേനയ്ക്കോ കൊന്തയ്ക്കോ രൂപങ്ങൾക്കോ യാതൊന്നിനും സാധ്യമല്ല. മറിയമടക്കം നിദ്ര പ്രാപിച്ച സകല വിശുദ്ധർ ഇന്ന് സ്വസ്ഥതയിലാണ്. അവർക്ക് യാതൊന്നും ചെയ്ത് അധ്വാനിക്കാനായിട്ട് കഴിയില്ല എന്ന് കർത്താവ് പഠിപ്പിച്ചു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നു, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരുടെ സഹായം ആരായണമെന്ന് ഉപദേശിക്കുന്നവർ അന്ധകാരത്തിൽ ആണ്ടുപോകുമെന്ന്. ഞാൻ പലപ്പോഴും വചനങ്ങൾ വായിക്കുവാൻ ഇടയായിട്ടുണ്ടെങ്കിലും ഞാൻ കർത്താവിനടുത്ത് ചോദിച്ചു, കർത്താവെ, ഇത്ര വ്യക്തമായിട്ട് ഈ വചനം എഴുതി വെച്ചിട്ട് ഇത്രയും നാള് ഞാനിതൊക്കെ കാട്ടിക്കൂട്ടിയല്ലോ. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇത് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഇതെല്ലാവർക്കും സാധ്യമല്ല. കർത്താവിന് വേണ്ടി ആര് ഭോഷനാകും? എന്റെ കർത്താവ് വചനത്തിലൂടെ ഇടപെട്ടതിനാൽ ഗീവർഗീസ്, അന്തോനീസ്, യൂദ, മാതാവ്, ഔസേപ്പ് തുടങ്ങിയവരോടുള്ള മധ്യസ്ഥത ഉപേക്ഷിച്ചുകൊണ്ട് എന്നേക്കും ജീവിക്കുന്ന എന്റെ യേശു ക്രിസ്തുവിനോട് മാത്രം മധ്യസ്ഥത വഹിക്കാനുള്ള വൻ ഭാഗ്യം എന്റെ കർത്താവിന് കിട്ടും. ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏക മധ്യസ്ഥൻ ഒരുവനേ ഉള്ളൂ. അത് മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ ഒരേ മധ്യസ്ഥൻ. അത് എല്ലാവർക്കും വേണ്ടി മറുപടിയായി തീർന്ന കർത്താവായ യേശു മാത്രം. അത്ര വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുമ്പോൾ ഈ ബൈബിൾ കൊണ്ട് നടന്നിട്ട് അത് വായിച്ചില്ല എന്ന് പറയുന്നത് തന്നെ അത്ഭുതം തോന്നുന്നു. എന്ന് പറഞ്ഞാൽ സിസ്റ്റർ പറഞ്ഞ വളരെ വാസ്തവമാണ്. വലിയവരെന്ന് കാണുന്ന അനേകർക്ക് ഈ സത്യം മറച്ചിട്ട് ഒന്നുമില്ലാത്ത സാധാരണക്കാരായ ശിശുക്കൾക്ക് ഈ വലിയ സത്യം കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാ, ഈ വിശ്വാസികൾ എന്ന് പറയുന്നവർ അമ്മയില്ലാത്തവരാ എന്ന് പറയാറുണ്ട്. അതിനെക്കുറിച്ച് എന്താ സിസ്റ്റർ അഞ്ജലിക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ആദ്യകാലങ്ങളിലൊക്കെ പെന്തിക്കോസ്തുകാർ, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനെയും കത്തോലിക്കരെ കാണുമ്പോൾ പറയും, മാതാവ് എന്ന് പറയുന്നത് മൊട്ടത്തോടാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ബൈബിളിൽ അംഗീകരിക്കാവുന്ന അനുകരിക്കാവുന്ന സ്ത്രീകൾക്ക് അനുകരിക്കാവുന്ന ഏറ്റവും നല്ലൊരു വ്യക്തി മാതാവാണ്. പക്ഷെ മാതാവിന് കൊടുക്കേണ്ട സ്ഥാനമുണ്ട്, എന്റെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനമുണ്ട്. ദൈവമാണ് സകല സ്തുതിക്കും സകല ആരാധനയ്ക്കും സകല പുകഴ്ചയ്ക്കും യോഗ്യൻ. അപ്പോൾ ആദരവ് കൊടുക്കണം, ആരാധന കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ദൈവം ഒരുവൻ, ദൈവത്തിന് ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രം. അപ്പൊ ആരാധന ഒരിക്കലും മാതാവ് ആഗ്രഹിക്കുന്നുമില്ല, ചോദിക്കുന്നുമില്ല. തീർച്ചയായിട്ടും. അപ്പം നിശ്ചയമായും ഈ ഇങ്ങനെ പല ചിന്താഗതിയുള്ളവരുണ്ട്. എന്താ ഈ വിശ്വാസികൾ എന്ന് പറയുന്നവര് അമ്മയെ ആരാധിക്കാതെ അമ്മയില്ലാത്തവരാണല്ലോ. എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രേക്ഷകരോട് ഇതിനുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരാളെ അനുകരിക്കുന്ന കാര്യം ഈ അനുകരിക്കുന്നവരല്ല പറയേണ്ടത്, അത് കണ്ടു നിൽക്കുന്നവരാ പറയേണ്ടത്. ഇപ്പം നിശ്ചയമായും അമ്മ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവരുടെ പ്രവൃത്തിയിൽ നിന്നാണ് വെളിപ്പെട്ട് വരേണ്ടത്. മാതാവ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുവാൻ മുമ്പോട്ട് വരുന്നവരാണ്
മാതാവിനെ അനുകരിക്കുന്നവരെ. മാതാവ് രക്ഷ പ്രാപിച്ച വ്യക്തിയായിരുന്നു. എന്നെന്ന് പറഞ്ഞാൽ, ഇതാ ഞാൻ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന് വേണ്ടി തന്റെ ഉദരം തുറന്നു കൊടുത്തു. അത് മാത്രമല്ല, പെന്തിക്കോസ് പെരുന്നാളിന്റെ ദിവസം ശിഷ്യന്മാരോടൊപ്പം 120 പേരുടെ കൂട്ടത്തിൽ പ്രിയ മാതാവ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു, ആത്മാവിൽ നിറഞ്ഞു, അന്യഭാഷയിൽ സംസാരിച്ചു. അങ്ങനെ തന്റെ ജീവിതത്തിന്റെ മാതൃക പിൻപറ്റുന്നവരാണ് തന്നെ യഥാർത്ഥമായി അനുകരിക്കുന്നവർ. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യത്തെ പെന്തിക്കോസുകാരിയായിട്ട് ഞാൻ കാണുന്ന മാതാവിനെയാ. പെന്തിക്കോസ് പെരുന്നാളിന്റെ ദിവസം കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ അന്യഭാഷ സംസാരിച്ച ഒരു പ്രിയപ്പെട്ടവൾ. അപ്പൊ നിശ്ചയമായും നമുക്ക് പറയാനുള്ളത്, മാതാവിനെ നമ്മൾ തള്ളുകയല്ല, മാതാവിനെ നമ്മൾ അനുകരിക്കുക, അല്ലെ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഞാൻ കർത്താവിനോട് കർത്താവ് രക്ഷ പ്രാപിക്കണം, ഇത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ, ഒരു ദിവസം ഞാൻ ഏറ്റെടുത്തതല്ല, ഇനി ഏറ്റെടുക്കണമോ ചോദിച്ചു. കർത്താവ് പറഞ്ഞു, രക്ഷ പ്രാപിക്കുന്നവരെ അനുദിനം തന്നെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നുവെന്ന്. ഈ 21-ാം നൂറ്റാണ്ടിലും രക്ഷ പ്രാപിക്കുന്നവരെ തന്നെ സഭയോട് ചേർക്കാനാണ് കർത്താവ് വരുന്നത്. പ്രധാനമന്ത്രിയായാലും പോപ്പായാലും ധ്യാനഗുരുവായാലും കന്യാസ്ത്രീ ആയാലും ആരായാലും രക്ഷിക്കപ്പെട്ടാൽ മാത്രമേ കർത്താവ് തന്നെ സഭയോട് ചേർക്കുന്നുള്ളൂ എന്നതിനെ കർത്താവ് എന്നെ പഠിപ്പിച്ചതിനാൽ ഞാൻ പലപ്പോഴും ഞങ്ങളുടെ സഭയിൽ നിന്ന് ഞാൻ ചെയ്തു കൂട്ടിയ പാരമ്പര്യങ്ങളായ ശിശുസ്നാനം, സ്ഥൈര്യലേപനം, പട്ടം, സ്വരൂപവണക്കം, കൊന്ത, പെരുന്നാളുകൾ, അനേക മധ്യസ്ഥർ, ശുദ്ധീകരണ സ്ഥലം ഇവയൊക്കെ ഉണ്ടെന്നുള്ള വിശ്വാസം യേശു കൽപ്പിച്ചിട്ടില്ലെന്നും ശിഷ്യന്മാർ പഠിപ്പിച്ചിട്ടില്ലെന്നും ആദിമസഭ ചെയ്തിട്ടില്ലെന്നും പഴയ നിയമത്തിൽ നിഴലില്ലെന്നും ലേഖനങ്ങളിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ലെന്നും ബോധ്യമായതിനാൽ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചതിനാൽ യേശു കൽപ്പിച്ചിട്ടുള്ളതും ശിഷ്യന്മാർ പഠിപ്പിച്ചിട്ടുള്ളതും ആദിമസഭ ചെയ്തിട്ടുള്ളതും പഴയ നിയമത്തിൽ നിഴലുള്ളതും ലേഖനങ്ങളിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളതുമായ യേശു ക്രിസ്തുവിനോട് ചേരുന്ന വിശ്വാസ സ്നാനം ഏൽക്കുവാനുള്ള ഭാഗ്യം എന്റെ കർത്താവ് എനിക്ക് തരുവാനായിട്ടിടയായി. ഇന്ന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കളോട് ഒന്നു ചേർന്ന് എന്റെ സത്യദൈവത്തെ ആരാധിക്കുവാൻ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ 26 വർഷം 2 കണ്ണുണ്ടായിരുന്നിട്ടും അന്ധയായി ജീവിച്ചിരുന്ന എന്റെ ജീവിതത്തെ എന്റെ ദൈവാത്മാവ് ഇടപെടുവാൻ തയ്യാറായപ്പോൾ ഒരു പുതിയ വ്യക്തിയായി രക്ഷ പ്രാപിച്ച് വീണ്ടും ജനിച്ച് പുതിയ സൃഷ്ടിയായ നിമിഷം മുതൽ 26 വർഷം ഞാൻ പല തീർത്ഥാടനങ്ങൾ നടത്തിയിട്ടും പുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടും ലഭിക്കാത്ത ആത്മീയ സന്തോഷവും ആനന്ദവും ഈ 8 മാസം കൊണ്ട് എനിക്ക് അനുഭവിക്കുവാനായിട്ടിടയായി. എന്റെ സത്യദൈവം എനിക്ക് തരുവാനായിട്ടിടയായി.